ഹായ് ഡിയർ ഫ്രണ്ട്സ്. നല്ല തൊണ്ടവേദനയാണ് കേട്ടോ. തൊണ്ട പൊട്ടിയിട്ട് ചോര വരുന്നു ഫ്രണ്ട്സ്. ഞാൻ വർക്കിന് പോയിട്ട് വന്ന് കുറേ നേരമായി, കുളിച്ചിട്ടില്ല കേട്ടോ, മേലൊന്നും കഴുകിയിട്ടില്ല. അപ്പോൾ ഈ മൂക്കിൻ്റെ ഉള്ളിൽ ഞാൻ കൈയിട്ടപ്പോഴുണ്ടല്ലോ, മൂക്കിൽ നിന്ന് ഇങ്ങനെ ചോര വരുന്നു. ഞാൻ ആകെ പേടിച്ചു പോയി. മൂക്കെങ്ങാനും അവിടെ പൊട്ടിയിട്ട് ചോര വന്നതാണ് കേട്ടോ. ഞാൻ ആകെ പേടിച്ചു പോയി. അപ്പം ഞാൻ ചുമച്ചിട്ട് കഫം തുപ്പിയപ്പോൾ അപ്പോഴും ബ്ലഡ്. ഞാൻ ഒന്ന് പേടിച്ചു പോയിട്ടാ ഫ്രണ്ട്സ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്നത്തോട് കൂടിയിട്ട് പള്ളിയിൽ പെരുന്നാളൊക്കെ കുറച്ചൊക്കെ തിരക്ക് നല്ലപോലെ കുറഞ്ഞു വരികയാണ്. നാളെ തുടങ്ങിയിട്ട് നമുക്ക് 3 മണി കഴിഞ്ഞ് വരാം വീട്ടിലേക്ക്. ഇത്ര ദിവസം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എനിക്ക് പഴയ പോലെ റീൽസൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് എനിക്ക് ഒന്നിനും വയ്യ ഫ്രണ്ട്സ്. ഞാൻ റൂമൊന്നും അടിച്ച് വൃത്തിയാക്കിയിട്ടില്ല, മുറ്റം അടിച്ച് വൃത്തിയാക്കിയില്ല, തുണിയും അവിടെ സോപ്പ് പൊടിയിലിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ തുണി കഴുകിയിടണം, പിന്നെ കുളിക്കണം. ഇതൊക്കെയാണ് എൻ്റെ പണി. സന്ധ്യാസമയമായിട്ടൊന്നും വിളക്കൊന്നും വെച്ചില്ല. അപ്പോൾ ആദ്യക്കുട്ടന് ട്യൂഷൻ സ്കൂൾ വിട്ട് വന്ന് അവനെ ട്യൂഷന് വിട്ടയച്ചു കേട്ടോ. ഇന്നലെ വിട്ടയച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് പോകാതിരുന്ന് അവന് മടിയാകും, പഠിച്ചതൊക്കെ മറന്നും പോകും. അപ്പോൾ ഇന്ന് നേരത്തെ വന്നപ്പോൾ അവനെ ഞാൻ ട്യൂഷന് വിട്ടു കേട്ടോ. അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഒന്നിനൊരു ഇതില്ലാതെ ധൃതി വെച്ച് ഓരോരോ പണി ചെയ്ത് ഓട്ടപ്പാച്ചിലായിരുന്നു. ഇനിയിപ്പോൾ നാളെ മുതൽ നമുക്ക് സമാധാനത്തിൽ പഴയ പോലെ വർക്കിനൊക്കെ ആയിട്ട് പോകാം. പിന്നെ ഞായറാഴ്ച ആകുമ്പോൾ വീട്ടിൽ പോകാമെന്നൊക്കെ കരുതിയിരിക്കുന്നുണ്ട്. അനിയണ്ണന് ചിലപ്പോൾ വരാമെന്നാണ് പറഞ്ഞത്. അവിടെ പള്ളി നേർച്ചയൊക്കെ ആയതുകൊണ്ട് പോകാമെന്നൊക്കെ കരുതിയിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ആദ്യക്കുട്ടൻ ഇവിടെ കിടന്നുറങ്ങാണ് കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടൻ ട്യൂഷന് പോയതാണ്. ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വിളിക്കാൻ ഞാൻ എപ്പോഴും സൈക്കിളിലാണ് പോകാറുള്ളത് കേട്ടോ. അപ്പോഴും അവന് ഓട്ടമാണ്. ചെരുപ്പ് മാറ്റി ഇട്ടിട്ട് ഓടിയതാണ് ഫ്രണ്ട്സ്. ഓടിയപ്പോൾ വീണു, കാലിൽ ചോര വന്നു. അപ്പോൾ അച്ഛൻ ബാൻഡേജ് ഒട്ടിച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഓയിൽമെൻറ്റൊക്കെ തേച്ചിട്ട് ആൾ ആ ഫാനിൻ്റെ ആ ഇതിൽ കിടന്ന് ഉറങ്ങി, പേടിച്ചെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതാണ് ആദ്യക്കുട്ടി ഓടല്ലട പറഞ്ഞത് കേൾക്കാണ്ട് അവൻ അവിടെ നിറയെ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് മുമ്പിൽ ഇങ്ങനെ ഓരോ കുരുത്തൊക്കെ ഇങ്ങനെ ഞാൻ വന്നതിൻ്റെ സന്തോഷ പ്രകടനമാണ് അവിടെ കുട്ടികൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. അങ്ങനെ കാണിച്ചിട്ട് ഓടിയതാണ്. അപ്പോൾ വീണു, കാല് പൊട്ടിപ്പോയി ഫ്രണ്ട്സ്. ചോര പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മുറിവേല ഒക്കെ അതിൻ്റെ ചാറൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അവന് നല്ല നീറ്റൽ. പിന്നെ അതിനെതിരെ കരച്ചിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഉറക്കമാണ്. ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ എഴുന്നേൽക്കുമോ എന്നറിയില്ല ഉറക്കത്തിൽ നിന്ന്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഫ്രണ്ട്സ് വിശേഷങ്ങൾ.